ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്മാർട്ട് ഫോൺ അഥവാ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായം ചെന്ന ഉപ്പൂപ്പന്മാർ, അച്ചാച്ചന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് അത് പൊട്ടുകയോ മറ്റെന്തോ സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് എന്തെന്നില്ലാതെ ഒരു വിഷമമായിരിക്കും, ഒരു ടെൻഷനായിരിക്കും. കാരണം അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലാത്തത് കാരണമാണ് അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നല്ല അടുത്തുള്ള ഒരു മൊബൈൽ ടെക്നീഷ്യനെ കാണുന്നു, അവിടെ സർവീസിന് കൊടുക്കുന്നു, അങ്ങനെ വലിയ പൈസയൊക്കെ അവിടെ ആവുന്നു. അതുപോലെ തന്നെ 2-3 ദിവസങ്ങളൊക്കെ നമ്മൾ അവിടെ ഫോൺ വെക്കേണ്ടി വരുന്നു. ഇതൊക്കെ വിചാരിച്ചിട്ടും അതുപോലെ നമ്മുടെ വിലപ്പെട്ട ഫയലുകളൊക്കെ കിടക്കുന്നത് നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണുകളിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ അവർക്ക് നമ്മുടെ പാസ്വേഡ് വരെ ഷെയർ ചെയ്യേണ്ടി വരും. കാരണം ടെക്നീഷ്യന്മാർക്ക് നമ്മുടെ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അത് വിചാരിച്ച് ചില ആളുകൾ നമ്മുടെ ഫോണുകൾ താഴെ വീണ് പൊട്ടി ഡിസ്പ്ലേ പൊട്ടുകയോ മറ്റോ ചെയ്താൽ ഇവർ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ ഫോണിനെ പാടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വില കൂടിയ ഡിവൈസുകളെ, മൊബൈൽ ഫോണുകളെ നമ്മൾ നശിപ്പിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടാൽ ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ ടെക്നീഷ്യന്മാർക്കൊക്കെ ഒരു വിഷമം വന്നേക്കാം. കാരണം ഈ പറയുന്ന ഞാനടക്കം വലിയ പൈസ എമൗണ്ടുകൾ കൊടുത്തിട്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ അവരും ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരും ചെയ്തത് തന്നെയായിരിക്കും. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നത് മുഴുവൻ 90% ആൾക്കാരും സ്കിപ്പ് ചെയ്തായിരിക്കും. അതുകൊണ്ട് 5-6 സ്ക്രൂ ഒക്കെ ബാക്കി വന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ നമുക്ക് തന്നെ എങ്ങനെ വളരെ ഈസിയായി, സിമ്പിളായി അത് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് അതിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന പല പാർട്സുകളുമുണ്ട്. അതായത് നമ്മുടെ സ്പീക്കർ, അതുപോലെ തന്നെ മൈക്കുകൾ, അതുപോലെ തന്നെ ബാറ്ററീസ്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് നമുക്ക് തന്നെ സ്വയം റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ആരും തന്നെ ഇതിന് ശ്രമിക്കാറില്ല. വെറും ഒരു 3 സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ ഫോൺ വളരെ ഈസിയായി റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽസായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. കമൻറ്റ് എന്തായാലും നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാത്ത അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെച്ചാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഡിവൈസാണ് ഞാനിന്ന് റിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ J8 എന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഓഫിലായിരിക്കണം നമ്മുടെ ആ ഒരു റിപ്പയറിങ് നടക്കേണ്ടത്. അതായത് പവർ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു ഡിവൈസും അത് റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒട്ടും തന്നെ ടെൻഷനോ അതുപോലെ തന്നെ പേടിയോ ഒന്നും തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുട്ടികൾ ആരും ഇതുപോലെ അനുകരിക്കരുത് എന്നാണ് എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം. മുതിർന്നവർ മാത്രം ഇത് ചെയ്യാൻ നോക്കുക. കുട്ടികൾ ഒരു കാരണവശാലും ഇത് അഴിക്കാനോ റിപ്പയർ ചെയ്ത് എടുക്കാനോ പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോണ് ഇപ്പോൾ വരുന്ന മോഡലൊക്കെ ഹൈ എൻഡ് മോഡലാണ്. അതായത് സ്ക്രൂ മറ്റോ ഒന്നുമില്ലാതെ ഒരു ഫോണാണ് ഇപ്പോൾ അധികവും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേ അഴിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോവർ എന്ന സാധനം നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഈ ഒരു ബ്ലോവർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ അഴിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഹെയറൊക്കെ ഡ്രൈ ചെയ്യാനും അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ഈ ബ്ലോവർ. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡ് വെച്ച് തന്നെ ഹീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ ഇളകി തരാനൊക്കെയുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതുപോലെ അതിൻ്റെ ചുറ്റും ഇതുപോലെ ഹീറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡിസ്പ്ലേ ഇളകി വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ചൂടുണ്ടാവും, അതൊന്നും ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ ഏകദേശം ഒരു നല്ല പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണിത്. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ചോ മറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചോ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു ഇളകി എന്ന് കണ്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ബ്ലേഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ബ്ലേഡ് വെച്ച് നമുക്ക് സൈഡിലോട്ട്
ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഇളകി വരുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഒരു ബ്ലേഡ് വെച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇളകി വന്നില്ല എങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ വെച്ച് കൊടുത്താൽ അത് ഇളകി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡിസ്പ്ലേ അഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഷോപ്പിൽ പോയി, ഹോൾസെയിൽ ഷോപ്പുകളിലോ മറ്റോ പോയി ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷമേ അഴിക്കാൻ പാടുള്ളതുള്ളൂ. കാരണം ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫോണിനെ കൊണ്ടൊരു ഉപകാരമുണ്ടായി എന്ന് വരില്ല. കാരണം ഈ ഒരു ഡിസ്പ്ലേ പോയത് കാരണം ഞാൻ പൊട്ടിച്ചിട്ടാണ് ഫുള്ളായിട്ട് ഈ ഡിസ്പ്ലേ ഇങ്ങോട്ട് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തണം ഈ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഒരു ടച്ച് പാഡ് ഇളകി വന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതൊരു കോംബോ ഫോണാണ്, അതായത് ടച്ചും ഡിസ്പ്ലേ ഒക്കെ ഒന്നിച്ച് വരുന്നതാണ്. ഹീറ്റ് കാരണം ആ ഒരു ടച്ച് വേർതിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അടിയിൽ വേറെയും ഗമ്മുള്ളത്, സെൻറ്ററിലൊക്കെ ഗമ്മുള്ളത് കാരണം തന്നെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ അതിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഏകദേശം അത് ഇളകി വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ പോയത് കാരണം നമ്മൾ പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്പ്ലേ പോയതാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ഇതുപോലെ എങ്ങനെ വേണ്ടിക്കും നിങ്ങൾക്ക് എടുക്കാം, കുത്തി പൊട്ടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി എന്ന് കണ്ടാൽ മാത്രമേ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പാടുള്ളതുള്ളൂ. കാരണം അതിൻ്റെ മറ്റുള്ള സ്പെയറിനൊക്കെ ഡാമേജ് വരുന്നത് കാരണം ആണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേനെ കൊണ്ട് വേറെ ഒരു കാര്യമൊന്നുമില്ലാതെ കൊണ്ട് തന്നെ ഞാനതിൽ പൊട്ടിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അത് ഹീറ്റാക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേയും വേർതിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. ഡിസ്പ്ലേ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിച്ചേക്കാം, കാരണം ഇത് ഇളക്കിയെടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും പാർട്സിനെ ബാധിക്കുമോ, അത് നമുക്കൊന്ന് കട്ടായി പോകുമോ എന്നൊക്കെ. എന്നാൽ ഈ ഒരു കോംബോ വരുന്ന ഒരു മൊബൈലിന് അതിൻ്റെ ടച്ച് ഡിസ്പ്ലേയുടെ അടിഭാഗത്തായിട്ട് വേറെ ഒരു സ്പെയറും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. വെറും ഡിസ്പ്ലേ, ആ പ്ലേറ്റിന് മുകളിലായിട്ട് വെറും ഡിസ്പ്ലേ മാത്രമേ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ഈ ഒരു ഫോണ് റിപ്പയർ ചെയ്തിട്ടില്ല, J8 എന്ന ഒരു മോഡൽ. എന്നാലും ഞാൻ കൂളായിട്ടത് അയച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ കുറച്ച് ഫോണുകളൊക്കെ അയച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്കും ഒരു ഡൗട്ട് അടിച്ചേക്കാം, കാരണം നമ്മുടെ ഫോൺ ഇതല്ലല്ലോ, നമ്മുടെ ഫോൺ വേറൊരു മോഡലാണല്ലോ. ഏകദേശം എല്ലാ മൊബൈലും ഈ ഒരു ലെവലിൽ തന്നെയാണ് വരുന്നത്. ഞങ്ങളൊക്കെ ബേസിക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഫോണിൻ്റെ ബേസിക് എന്ന് പറയുന്നതാണിത്. ഈ ഒരു ഫോണിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഏത് ഫോണും റിപ്പയർ ചെയ്താൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്തുണ്ടായിരുന്നത് വെറും 3310 എന്ന മൊബൈൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു ബേസിക്. അത് വെച്ചിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ അയച്ചെടുക്കാൻ പോകുന്നത്. എനിക്ക് ഇത് മുമ്പ് അയച്ചെടുത്ത പരിചയമോ അതുപോലെ തന്നെ റിപ്പയർ ചെയ്ത ഒരു പരിചയമൊന്നുമില്ല. വേറെ ഒട്ടനവധി മൊബൈലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോണും അയക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കണക്ടർ. അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഡിസ്പ്ലേ പൊട്ടിയ ഫോണിന് കണക്ടർ മാത്രമേ അവിടെ ഒരു മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. കാരണം നമ്മുടെ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ വരുന്നതാണ് അത് കണക്ടർ എന്നൊക്കെ. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. വെറും ഒരു സ്റ്റീൽ പ്ലേറ്റ് മാത്രമാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഡിസ്പ്ലേ വരുന്നത്. ഏകദേശം എല്ലാ ഫോണുകൾക്കും ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സൈഡിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. കാരണം നമ്മൾ പുതിയൊരു ഡിസ്പ്ലേ വെച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് വല്ല പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു പുതിയ ഡിസ്പ്ലേ അവിടെ പൊങ്ങിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ ആ ഒരു ഡിസ്പ്ലേ അയച്ച ഭാഗത്ത് തന്നെ ക്ലീൻ ചെയ്തിരിക്കണം. ഇതാണ് നമ്മുടെ ആ ഒരു പുതിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു സാധനമാണ് നമ്മുടെ കണക്ടർ. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ അയച്ച് ഇട്ടതിന് ശേഷം നിങ്ങൾ ഷോപ്പിൽ പോയി, ഡിസ്പ്ലേ വാങ്ങുന്ന ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ജസ്റ്റ് അത് കണക്ടർ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓണായി വരുന്നതായി കാണാം. അങ്ങനെ മൊത്തമായി
ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്പ്ലേ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടച്ച് മറ്റോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പണി കിട്ടാം. അതുകൊണ്ട് നമ്മൾക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡിസ്പ്ലേ ഓണായി വരുന്നതും അതുപോലെ തന്നെ മൊത്തമായി ചെക്ക് ചെയ്യാനുള്ള ഒരിതൊക്കെ കഴിയും. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗമ്മും വെച്ചിട്ടുണ്ട്. ആ ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഗമ്മുകളൊക്കെ വരുന്നുണ്ട്, എന്നാൽ അതിനൊക്കെ ഒരു എക്സ്പെൻസ് കാരണം ഈ ഒരു ഗമ്മ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെയാണ്, നല്ലതുപോലെ ഇരുന്നോളും ഇതിൻ്റെ മുകളിലായിട്ട്. ഇതുപോലെ ആ ഒരു സൈഡിലൊക്കെ നിങ്ങൾ ഈ ഒരു ഗമ്മ് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു എൻഡിൽ വരുന്ന ഭാഗം നമുക്ക് ബ്ലേഡോ മറ്റോ വെച്ച് മുറിച്ച് കൊടുക്കേണ്ടതാണ്. കാരണം ആ ഒരു എൻ്റെ ഭാഗം പൊങ്ങിക്കിടുന്ന ഡിസ്പ്ലേ മര്യാദയ്ക്ക് ഇരിക്കൂല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ബ്ലേഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സ്റ്റിക്കറിൻ്റെയും ആ ഒരു എൻഡ് ഭാഗം ഞാൻ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരു കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ പാടുള്ളതുള്ളൂ. അതിനു മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്തും ഗം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഗം ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ക്യാമറയുടെ ഭാഗവും അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഭാഗവും വരാൻ പാടുള്ളതല്ല. കാരണം പിന്നെ അത് സ്പീക്കറിൻ്റെ ഒരു സൗണ്ട് കുറവൊക്കെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏതായാലും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കി വെക്കാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും അത് തെളിഞ്ഞു വന്നതൊക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ ഒട്ടിക്കുന്നില്ല തൽക്കാലം. കാരണം ഇതിനു മുന്നേ നമുക്ക് ഇതുപോലെ തന്നെ മറ്റ് സ്പെയറുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏതൊക്കെ സ്പെയറുകളാണ് നമുക്ക് തന്നെ സ്വന്തമായി റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിനുശേഷം മാത്രമേ ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. തൽക്കാലം അത് അവിടെ വെച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊരു ടോപ്പൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ടോപ്പ് വരുന്ന ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ടോപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ ആ സ്ക്രൂവും ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്നും തന്നെ സ്ക്രൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഴിക്കുന്ന സ്ക്രൂകളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ഏത് ഭാഗത്തുനിന്ന് ഏത് സ്ക്രൂ ആണോ അഴിച്ചിരിക്കുന്നത് അത് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡിസ്പ്ലേ എന്തായാലും ഓൺ ആയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാ ഒരു ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ ഒരു കണക്ടറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഒരു ബാറ്ററിയുടെ കണക്ടർ എന്ന് പറയുന്നത്. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു കണക്ടറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇളക്കിയെടുത്ത് വേറൊരു ബാറ്ററി നമുക്ക് അവിടെ വെച്ച് കൊടുത്താൽ അതിനും ഒരു പരിഹാരം പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് ഒരു സെൻസറിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കട്ടായിട്ടുണ്ട്. അത് കട്ടായ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കി അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒക്കെ വരുന്നത് ഇപ്പോൾ ഒരു കണക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു സോൾഡറിങ് അയൺ അതുപോലെ തന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്യാമറയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ക്യാമറയും അതുപോലെ തന്നെ കണക്ടറിൻ്റെ ഒരു
ക്യാമറ തന്നെയാണ് വരുന്നത്. ഡബിൾ ക്യാമറയാണ്, രണ്ടിനും 2 കണക്ടറുണ്ട്, അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറാണ്. ഇതൊരു ടച്ചിൻ്റെ ഒരു കണക്ടറാണിത്. ഇതൊരു ഡിസ്പ്ലേയുടെ കണക്ടറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്, വളരെ സിമ്പിളായി ചെയ്യാവുന്നതുമാണ്. ഏകദേശം എല്ലാ ഫോണിനും ഈ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്, കാരണം വേറെ ഒരു മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ അയക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതും ഒരു ചെറിയൊരു കണക്ടറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം തന്നെയാണ്. വളരെ മിതമായ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ അഴിച്ച് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ക്രൂ അഴിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്ക്രൂ എവിടെ നിന്നൊക്കെയാണ് അഴിച്ചത് അത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വേറെ ഒരു പേടിക്കാനുള്ള ഒരു കാര്യവുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഫോണിന് അധികം സ്ക്രൂവിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല, കുറച്ച് സ്ക്രൂ മാത്രമേ വരുന്നുള്ളൂ. അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ഫോണിനകത്ത് വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾക്ക് എനേബിൾ ആക്കി വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഓൾ.